ഇന്ന് കഴിഞ്ഞ ദിവസത്തിലൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് കോവിഡ് ബാധിതർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയുണ്ടായി. ഇന്ന് ലോകത്തിൽ 56 ലക്ഷത്തിലധികം പേർക്കാണ് രോഗബാധിതരായിട്ട് കഴിയുന്നവർ. കേരളത്തിൽ തന്നെ 700 ശതമാനം പേർക്ക് തന്നെ വളരെ സീരിയസ് ആയിട്ട്, അതുപോലെ ഹോസ്പിറ്റലിൽ കഴിയുന്നവരും ഒക്കെ ആയിട്ടുള്ളവരുണ്ട്. വീടുകളിലും അതുപോലെ തന്നെ മറ്റ് ക്വാറന്റൈൻ സ്ഥലങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട് കഴിയുന്നവരായിട്ട് നമ്മളൊക്കെ മനസ്സിലാക്കി. നമ്മുടെ ഇടയിൽ തന്നെ 4 പേർക്ക് ഇതിനോടകം തന്നെ കോവിഡ് ബാധിതരായിട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്നു. 53,000-ഓളം പേര് വളരെ സീരിയസ് ആയിട്ട് ലോകത്തിന് വിവിധ ഇടങ്ങളിൽ രോഗബാധിതരായിട്ട് കഴിയുന്നു. പ്രത്യേകമായിട്ട് നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ നമുക്കവരെ ഓർക്കാം. പകർച്ചവ്യാധികളിൽ നിന്ന് സംരക്ഷിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ശക്തമായിട്ടുള്ള മാധ്യസ്ഥ ശക്തിയിൽ നമ്മെ തന്നെ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളെയും നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ ഈശോയുടെ മുറിപ്പാടുകളോട് ചേർത്ത് സമർപ്പിച്ച് ഈ വിശുദ്ധ ബലി പിതാവായ ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം. അമ്മ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ വിളിച്ച് അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇടവകയുടെ മധ്യസ്ഥന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട്
ഈ ദിവരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങയെ തേടുന്നു. എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും. എൻ്റെ അധരങ്ങൾ അങ്ങേക്ക് ആനന്ദഗാനം ആലപിക്കും. അവിടുന്ന് എൻ്റെ സഹായമാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. യോർദാൻ മാമോദീസ സ്വീകരിക്കുകയും അതുവഴി ലോകത്തെ ആനന്ദിപ്പിക്കുകയും ചെയ്ത മിശിഹായേ, നീ അനുഗ്രഹീതനാകുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങൾ നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, ഞാൻ കൈകൾ കഴുകി നിർമ്മലമാക്കുകയും അങ്ങയുടെ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേയും നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മിശിഹാ നിന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും. അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിനും ദൈവം നമ്മിലും വസിക്കുന്നു എന്ന് നാം അറിയുന്നു. പിതാവ് തന്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചുവെന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ഞങ്ങളത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. യേശു ദൈവത്തിലാണെന്ന് ഏറ്റു പറയുന്നവരിൽ ദൈവം വസിക്കുന്നു. അവൻ ദൈവത്തിലും വസിക്കുന്നു. ദൈവത്തിൽ നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും
അവനിലും വസിക്കുന്നു. വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുന്നതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. എന്നാൽ ഈ ലോകത്തിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെ കുറിച്ചാണ്. ഭയം എന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല. ക്രിസ്തുവിനുള്ള ഈ കൽപ്പന നമുക്ക് ലഭിച്ചിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഹല്ലേലൂയ. പാടിയിടും നീൻ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടിയിടും നീൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരാശയമെൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുമ്പിൽ താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദ്യം മുതൽക്കേന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമീൻ. ഹല്ലേലൂയ. പാടിയിടും നീൻ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാടിയിടും നീൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഇവ പറഞ്ഞ ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. പിതാവേ, സമയം വന്നിരിക്കുന്നു. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. എന്നാൽ അവിടുന്ന് അവൻ നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ പ്രദാനം ചെയ്യേണ്ടതിന് എല്ലാവരുടെയും മേൽ അവിടുന്ന് അവന് അധികാരം കൊടുത്തിരിക്കുന്നുവല്ലോ. ഇതാണ് നിത്യജീവൻ. ഏകസത്യ ദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു മിശിഹായെയും അവർ അറിയുക. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. ആകയാൽ പിതാവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അവിടുത്തോടു കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ.
കൃപയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ യാചനകൾ ശ്രവിക്കണമേ. ഇടവകയുടെ മധ്യസ്ഥന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഓർമ്മ ആചരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമേ. സ്നേഹസമ്പന്നനായ വിശുദ്ധ അങ്ങേക്ക് പ്രിയപ്പെട്ടവരായ ഞങ്ങൾക്ക് വിധി ദിവസത്തിൽ അങ്ങ് മധ്യസ്ഥനായിരിക്കണമേ. അങ്ങയുടെ പ്രാർത്ഥനകളാ ഞങ്ങൾ ദൈവകൃപയ്ക്ക് അർഹരാകുകയും അങ്ങ് അനുഭവിക്കുന്ന ധ്യാനത്തിൽ പങ്കുകാരാക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. താതനും അതുപോലാത്മജനും ദിവ്യരൂഹാക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൗസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനമീ ബലിയിൽ. സർവരും ഒന്നായി പാടിയിടട്ടെ. ആമേൻ ആമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും വിനീതിൽ ഓർത്തിടാം. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സ്ത്രീകൾക്ക് മുമ്പുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവ് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ യേശുമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസ് കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവായിൽ തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ത്രൈവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യയായി ഞങ്ങളേറ്റ് പറയുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. വിശ്വാസികളുമായ എല്ലാ ഭരണാധികാരികളെ സത്യശാസ്ത്രമനുസരിച്ച് ഈ ലോകത്തിൽ വരപ്പെടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും വിശ്വാസകൃതിയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും. ചെറുരാത്രിയും ജീവനക്കാരമാട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാനന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്നത് രഹസ്യങ്ങളുടെ സുരക്ഷകരാകുവാൻ ഇളയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങൾ അങ്ങ് കാരുണാദ്രകത്തായി യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. നമുക്കെല്ലാവർക്കും അഞ്ചാമത്തെ വിശുദ്ധരുടെ കർത്താവിൽ നിന്നുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അത് തുറന്ന് ഇവിടുന്ന് സൂക്ഷിച്ച് രക്ഷിക്കുകയും വൈവേചനമായ രചനകൾക്ക് ആശ്രയിപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാസം വഴി സമാധാനം സർവ്വധാനം വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് വരുത്തി നിശബ്ദരായ ഏകാഗ്രതയിൽ ഭക്തിയോടുകൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടി. നമ്മുടെ കർത്താവേ, മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് വരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സ്ത്രീകളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ള ഒറ്റ കൃപ കാണിക്കുകയും ചെയ്തു.
സ്വർഗവാസികളായിരങ്ങളും മാലാഖമാരുടെ 10,000 അതുപോലെ തന്നെ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രഭന്മാരും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനങ്ങയ്ക്ക് ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സുദർശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ഈശ്വരനാക്കിയ ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങൾ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ വെച്ച് കൂടിയിരിക്കുന്ന നീ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളെ മനുഷ്യന്റെ ഭാവം സ്വീകരിക്കുകയും അധ്വദിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളാ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധി പ്രകാശം നൽകി ഞങ്ങളെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മാതൃപണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യ
ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് പാപ്പാക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ ലവന പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പോലീത്താക്ക് വേണ്ടിയും അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്താക്ക് വേണ്ടിയും രൂപതാധ്യക്ഷന പിതാവുമായ പോളി മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസികൾ, സമർപ്പിത അൽമായ പ്രേക്ഷകർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും ഒന്നുകൂടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതനകമായ വിധമർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരും എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും അകലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ ഞങ്ങളെല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ വ്യക്തികൾക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും എളിയവനും ഭാവിയും അയോഗ്യനുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനും കൃപാധികത്തിന് യോജിച്ച വിധം അങ്ങയുടെ ജനത്തോടും എളിയവനായതിനോട് വർത്തിക്കണമേ. എന്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്കവിധം അങ്ങ് പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഈ തിരുശരീരം വഴി ഞാനും ഇവരുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് ഞങ്ങളുടെ നാമത്തിൽ ഒരുമിച്ചുകൂടിപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങൾ നാഥന രക്ഷകനുമായി ഈശോമിശിഹായുടെ പീഡാനുഭവത്തെ മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മകനെയും പരിശുദ്ധവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയുടെ നാമസജ്ജിതൻ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുടെ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തലോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും സ്മേഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ മൂലത്വത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്തു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നെങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോ രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. അങ്ങയുടെ വർണ്ണനീയമായ
നമ്മുടെ കർത്താവ് ഈശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമരമായ ആശ്രയിക്കുന്ന രഹസ്യങ്ങളെ നാം പ്രിയാത്മത്തോടെ ശ്രമിക്കാം. അന്താത്മകളോട് ശരണത്തോടെ അപരാധങ്ങളെ തിരിഞ്ഞോണ്ടും പാപങ്ങളെ കുറിച്ച് ശ്രദ്ധിച്ചോണ്ടും സഹോദരത്തെ ക്ഷമിച്ചോണ്ടും നമുക്ക് സകലത്തിന് നാഥനായ ദൈവത്തോടെ പാപം ചെയ്യാതിരിക്കുകയും ചെയ്യാം. സാക്ഷി ശുദ്ധീകരിക്കാം. നമ്മുടെ ആത്മാക്കളെ ശുദ്ധമാക്കാം. പതിവിടുകയും ചെയ്യാം. ജീവിതത്തിൽ പങ്കൊള്ളാം. ഇവൻ ഞങ്ങളുടെ നിത്യജീവനം കാരണമാകട്ടെ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളുകൂടി. കർത്താവായ ദൈവമേ, കാരുണ്യപരമ ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി ആദരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെയും ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ ശക്തി മാത്രവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ദാനമായി സ്വീകരിക്കുന്ന പവിത്രമായ രഹസ്യത്തിന്റെ ശക്തിവിശേഷം എന്നിൽ പ്രകടമാക്കണമേ. നമ്മുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തോഷദാനമാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. Yeah.
കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദാന്യവേഗവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപുറം ഞങ്ങൾക്ക് നൽകിയ ദാനത്തെ കുറിച്ച് അങ്ങയുടെ മകനീയമായ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദാന ദൈവികവുമായ കുർബാന വഴി ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കെ അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഇന്ന് ഞങ്ങൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കരമായി ശുകളയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചസ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുന്ന് പരിപാടുവാനും കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. ഞാൻ സ്വീകരിച്ച കുർബാന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. എല്ലാവിധ പകർച്ചവ്യാധികളിൽ നിന്ന് സംരക്ഷിക്കാം. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യശക്തിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. വിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടി സ്വജീവൻ പോലും ത്യജിച്ച വിശുദ്ധ സെബസ്ത്യാനോസിനെ ധ്യാനിച്ചുകൊണ്ട് സങ്കീർത്തകരോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കഷ്ടകാലത്ത് കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ. അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് എനിക്ക് സഹായമയക്കട്ടെ. കർത്താവിൻ്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് എനിക്ക് ഉത്തരം അരുളട്ടെ. കർത്താവേ, അങ്ങാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. മരണത്തിന്റെ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്കെല്ലാവരും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി വിശുദ്ധ സെബസ്ത്യാനോസ് രക്തസാക്ഷ്യത്തെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ഡയോക്ലിസ് ചക്രവർത്തിയുടെ സൈനാധിപനെന്ന ഉന്നത സ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളെ സഹായത്തിനായി മുന്നോട്ട് വന്ന വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ തിരുസഭയ്ക്ക് വേണ്ടി ധീരമായ സേവനം അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസം ത്യജിക്കുന്നതിനേക്കാൾ മരണമരിക്കുന്ന നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്നെയുമായ പീഡനങ്ങൾ സഹിക്കുകയും രക്തസാക്ഷിമുഖം ചൂടുകയും ചെയ്ത വിശുദ്ധന്റെ മാതൃകയെ പിൻചെന്ന് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ക്ലേശങ്ങളും ത്യാഗങ്ങളും സഹിക്കുന്ന എല്ലായിടത്തും ക്രിസ്തുവിനെ സാക്ഷിമയ്ക്ക് അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പകർച്ചവ്യാധികളിൽ നിന്നും അത്ഭുതകരമായി നിത്യത രക്ഷിച്ച വിശുദ്ധന്റെ പ്രാർത്ഥനയാൽ എല്ലാവിധ ശാരീര രോഗങ്ങളിൽ നിന്നും ആത്മീയ അപകടങ്ങളെ കാത്തു രക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പാപവഴികളിലൂടെ ചലിക്കുന്നവർക്ക് നേരായ മാർഗത്തിലേക്ക് കടന്നു വരുവാൻ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴി അനുഗ്രഹം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇടവകയിൽ ഓരോ കുടുംബത്തെയും അതിലെ സ്വദേശത്തും വിദേശത്തുമുള്ള എല്ലാ അംഗത്തെയും ആത്മീയവും ശാരീരികവുമായ അനർത്ഥങ്ങളിൽ നിന്ന് രക്ഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും മാനസിക പ്രയാസങ്ങളിലും കഴിയുന്നവരെ ആശ്വസിപ്പിക്കണമെന്നും നല്ല കാലാവസ്ഥയും സമൃദ്ധമായ വിളവുകളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൗനമായി വ്യക്തിപരമായി നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴി ദൈവപിതാവിന് മുമ്പിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ലോകാവസാനം വരെ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്നും
നരകവാതിലുകൾ സഭയ്ക്കെതിരായി പ്രബലപ്പെടുകയില്ലെന്നും അരുളി ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവിൽ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേയും ഞങ്ങളെ പ്രാർത്ഥന ദയാപുറം കേൾക്കണമേ. ഈടുദാസനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് വിശ്വാസദാഢ്യവും പുണ്യത്തിലും പ്രകൃതിയും പ്രദാനം ചെയ്യണമേ. ഞങ്ങളെ ഞങ്ങളുടെ നാടിനെയും എല്ലാ വിധത്തിലുള്ള പകർച്ചവ്യാധികളിൽ നിന്നും പൈശാചിക ആക്രമണം രക്ഷിക്കണമേ. അങ്ങയുടെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങളിപ്പോൾ യാചിക്കുന്ന പ്രത്യേകമായ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ദൈവമേ, നിങ്ങളെ സംരക്ഷിക്കുവാൻ കർത്താവ് ഈശോമിശിഹ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ പരിപാലിക്കുവാൻ അവിടെ നിങ്ങൾ വസിക്കട്ടെ. നിങ്ങളെ നയിക്കുവാൻ അവിടെ നിങ്ങളുടെ മുൻപിലും നിങ്ങളെ പരിരക്ഷിക്കുവാൻ നിങ്ങളെ പിൻപിലും നിങ്ങളെ അനുഗ്രഹിക്കുവാൻ നിങ്ങളുടെ മുകളിലും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മധ്യസ്ഥതയും നമ്മുടെ എല്ലാ കുടുംബങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോമിശിഹായ്ക്കും എപ്പോഴെപ്പോഴും അങ്ങേ